മലമുകളിലാണ് അയാളുടെ താമസം. കടൽ കാണണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. ഒരു ദിവസം അയാൾ നാട്ടുകാരെ എല്ലാം അറിയിച്ച ശേഷം കടൽ കാണാൻ പുറപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തിയ അയാളോട് അവർ ചോദിച്ചു, എങ്ങനെയുണ്ട് കടൽ? അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ശരാശരി എന്നത് ഒരേ സമയം സുരക്ഷിത മേഖലയും അപകടാവസ്ഥയുമാണ്. മിനിമത്തിന് മുകളിലാണ് എന്ന ധാരണ അതിന് സംരക്ഷണ വലയമൊരുക്കും. അർഹിക്കുന്ന വില നൽകാതിരിക്കുന്നത് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തും. തന്നേക്കാൾ മെച്ചമാണ് മറ്റൊരാളെന്നും തനിക്കുള്ളതിനേക്കാൾ നല്ലതാണ് മറ്റൊരാൾക്കുള്ളതെന്നും അംഗീകരിക്കാൻ കഴിയാത്തവരുടെ അടിസ്ഥാന പ്രകൃതമാണ് അവയെ ശരാശരിയിൽ തളയ്ക്കുക എന്നത്. അവർ ഒന്നിലും ആവേശഭരിതരാകില്ല, എന്തിനേയും സാമാന്യവൽക്കരിക്കും. ഒന്നിനും അതർഹിക്കുന്ന അംഗീകാരം നൽകില്ല. മറ്റെന്തിനേക്കാൾ മെച്ചം തങ്ങളുടേതാണെന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കും. അവർ ഒന്നിനെയും അഭിനന്ദിക്കില്ല. സത്യസന്ധമായ വിലയിരുത്തലുകൾ എന്തിൻ്റെയും നിലവാരമുയർത്തും. നല്ലതല്ലാത്തവയെ അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയാൽ അവിടെ നവീകരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കും. ഉള്ളതിനേക്കാൾ മേന്മയുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ളതുകൂടി നഷ്ടപ്പെടും. നന്മയെയും ഉദ്യമങ്ങളെയും ആദരിക്കാനും കഴിയണം. ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ വളരാനും വലുതാകാനും ഒന്നിനും താല്പര്യമുണ്ടാകില്ല. എല്ലാവരിലും നന്മയില്ലേ? എന്തിലും മനോഹാരിതയില്ലേ? പിന്നെന്തിനാണ് അദൃശ്യമായിരിക്കുന്ന അപൂർണതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്? അഭിപ്രായങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നവർ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. അവ പ്രചോദനമാകണം. ന്യൂനതകളുണ്ടെങ്കിലും സാധ്യതകളിൽ കൂടി വേണം സഞ്ചരിക്കാൻ. ഒന്നിൻ്റെയും ക്രിയാത്മകത നശിപ്പിക്കാൻ പാടില്ല. സ്വയം തിരുത്താനുള്ള ശേഷി പകരണം. അടിസ്ഥാന ഭാവങ്ങൾ തിരുത്തപ്പെടാതെ അഭിവൃദ്ധി ഉണ്ടാകില്ല. എന്തിനേയും പുച്ഛത്തോടെ സമീപിക്കുന്നവർക്ക് ഒന്നിലും സന്തോഷം കണ്ടെത്താനാകില്ല. എന്തിനോടും വിരക്തിയുള്ളവർ ആരാലും ആകർഷിക്കപ്പെടില്ല. എന്തിലും പ്രശ്നം കണ്ടെത്തുന്നവരെ എല്ലാവരും ഒഴിവാക്കും. വിധിക്കുന്നവനോ വിധിക്കപ്പെടുന്നവനോ പൂർണ്ണതയുടെ പര്യായമല്ല. തങ്ങളുടെ തനിമകളിലും പോരായ്മകളിലുമാണ് എല്ലാവരുടെയും ജീവിതം. അതിന് വലയിടുമ്പോൾ മേന്മകൾക്കു തന്നെയാണ് പ്രാധാന്യം ലഭിക്കേണ്ടത്.